കാസർഗോഡ് ജില്ലയിൽ മൂന്നാം ഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ പെരുമ്പള വില്ലേജിൽ നിന്നും തുടങ്ങിയ സർവേ പ്രദേശവാസിയും കാഞ്ഞങ്ങാട് MLA-യുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ജില്ലയിലെ 13 വില്ലേജുകളെയാണ് മൂന്നാം ഘട്ട സർവേ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവയിലെ സർവേക്കാണ് തിങ്കളാഴ്ച രാവിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പള വില്ലേജിൽ വെച്ച് തുടക്കം കുറിച്ചത്. ഈ നാട്ടുകാരനും കാഞ്ഞങ്ങാട് മണ്ഡലം MLA-യുമായ ഇ ചന്ദ്രശേഖരൻ സർവേ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സർവേ ആരംഭിച്ചപ്പോൾ കുറെ കൂടി വേഗതയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്തിനാണ് സർവേ ചെയ്യുന്നത്? എന്നാണ് ആദ്യം സർവേ തുടങ്ങിയത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ് 1800 മതി. അതിനുശേഷമുള്ള നമ്മൾ ആരംഭിച്ചതിന് ശേഷം 1962 ആരംഭിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എവിടെയും എത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു അതിൻ്റെ സ്ഥിതി. പഴയ രേഖകൾ വെച്ചുകൊണ്ടുള്ള അതിർത്തി നിർണ്ണയവും കാര്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ വെച്ചുപോകുന്നത്. നമുക്ക് നമ്മുടെ നാട്ടുകാരായ എല്ലാവർക്കും അറിയാം, ഈ അതിർത്തിയെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ നമ്മൾ നാട്ടുപഞ്ചായത്തൊക്കെ നടത്തി ആളുകൾ ചില തീരുമാനമെടുത്ത് ഒരു പ്രശ്നത്തിന് തൽക്കാലം പരിഹാരമൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്താ പറഞ്ഞാൽ, വില്ലേജിൽ നിന്ന് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കി തീരുമാനമെടുത്ത് കാണും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ പദ്ധതി വിശദീകരണം നടത്തി. തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളായ ഇബ്രാഹിം മൻസൂർ ഗുരുക്കൾ, കെ കൃഷ്ണൻ പെരുമ്പള, ടി രേണുക, മനോജ് കുമാർ, ജാനകി, കാസർഗോഡ് തഹസിൽദാർ അജയൻ എന്നിവർ സംസാരിച്ചു. സർവേ ടെക്നിക്കൽ അസിസ്റ്റന്റ് KP ഗംഗാധരൻ സ്വാഗതവും സർവേ സൂപ്രണ്ട് KV പ്രസാദ് നന്ദിയും പറഞ്ഞു. 29,300 ഹെക്ടർ ഭൂമിയാണ് ജില്ലയിൽ ഇതുവരെയായി ഡിജിറ്റൽ സർവേയിലൂടെ അളന്നു തിട്ടപ്പെടുത്തിയത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ സംസ്ഥാനത്തുടനീളം ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.